പെട്ടെന്നൊരു രോഗമോ വലിയൊരു ശസ്ത്രക്രിയയോ വന്നാൽ സാധാരണക്കാരായ കുടുംബങ്ങൾ കടക്കിണിയിലാകുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. എന്നാൽ ഇത്തരം സാഹചര്യത്തിൽ കയ്യിൽ ഒരു റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ചികിത്സാ സഹായം പൂർണ്ണമായി സൗജന്യമായി നിങ്ങൾക്ക് സർക്കാരിൽ നിന്ന് നേടിയെടുക്കാനാകും. റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 സർക്കാർ ചികിത്സാ പദ്ധതികൾ ഏതൊക്കെയാണ്, ഇതിന് എവിടെയാണ് അപേക്ഷിക്കേണ്ടത് എന്നൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ്, അഥവാ കാപ്സ്. നിങ്ങളുടെ കയ്യിൽ മുൻഗണനാ റേഷൻ കാർഡുകൾ, അതായത് മഞ്ഞ, പിങ്ക് കാർഡുകൾ ഉണ്ടെങ്കിൽ ഈ പദ്ധതി വഴി ഒരു കുടുംബത്തിന് ഒരു വർഷം 5 ലക്ഷം രൂപയുടെ വരെ സൗജന്യ ചികിത്സ ലഭിക്കും. സർക്കാർ ആശുപത്രികളിലും ഈ പദ്ധതിയുമായി ടൈഅപ്പുള്ള പ്രമുഖ സ്വകാര്യ ആശുപത്രികളിലും ഈ ആനുകൂല്യം ലഭ്യമാണ്. ലിസ്റ്റിൽപ്പെട്ട ആശുപത്രികളിലെ കാരുണ്യ കൗണ്ടർ വഴി നേരിട്ട് തന്നെ ഈ സഹായം ഉറപ്പാക്കാവുന്നതാണ്. എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്ന് വ്യക്തമാക്കാം. നിങ്ങൾ ഏത് ആശുപത്രിയിലാണോ അഡ്മിറ്റ് ആകുന്നത് ആ സമയത്ത് തന്നെ അവിടുത്തെ കാരുണ്യ കൗണ്ടറിൽ ചെന്ന് നിങ്ങളുടെ റേഷൻ കാർഡും ആധാർ കാർഡും കാണിക്കുക. അവിടെയുള്ള PM, AM അല്ലെങ്കിൽ ആരോഗ്യ മിത്ര എന്ന് പറയുന്ന ഉദ്യോഗസ്ഥർ നിങ്ങളുടെ യോഗ്യത പരിശോധിച്ച് 1 രൂപ പോലും കയ്യിൽ നിന്ന് ചിലവില്ലാതെ RSBY അല്ലെങ്കിൽ കാപ്സ് കാർഡ് വഴി ചികിത്സ ക്യാഷ്ലെസ് ആക്കി തരും. കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം, പ്രായം, ലിംഗഭേദം എന്നിവയ്ക്ക് നിയന്ത്രണങ്ങളൊന്നുമില്ല. ഇന്ത്യയിൽ എവിടെയുമുള്ള എംപാനൽ ചെയ്ത ആശുപത്രികളിൽ ഈ സേവനം ലഭ്യമാണ്. ഇനി രണ്ടാമത്തെ പദ്ധതി വിശദമാക്കാം. ഇത് കാരുണ്യ ബെനവലന്റ് ഫണ്ട് പദ്ധതിയാണ്. സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഗുരുതര രോഗങ്ങളുള്ള കുടുംബങ്ങൾക്ക് ചികിത്സാ സഹായം നൽകുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കാരുണ്യ ബെനവലന്റ് ഫണ്ട്. ഇത് മുൻഗണനേതര കാർഡുകൾക്ക്, അതായത് നീല, വെള്ള റേഷൻ കാർഡുകൾ ഉള്ളവർക്ക് കൂടിയുള്ളതാണ്. വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയുള്ള കുടുംബങ്ങൾക്ക് മാരകമായ രോഗങ്ങളുടെ ചികിത്സയ്ക്കായി 2 ലക്ഷം രൂപ വരെയും വൃക്ക മാറ്റിവെക്കൽ പോലെയുള്ള വലിയ ശസ്ത്രക്രിയകൾക്ക് 3 ലക്ഷം രൂപ വരെയും ഇതിലൂടെ ധനസഹായം ലഭിക്കുന്നതാണ്. ഈ ആനുകൂല്യത്തിനായി ഓൺലൈൻ വഴിയോ ജില്ലാ ലോട്ടറി ഓഫീസുകൾ വഴിയോ ആണ് അപേക്ഷിക്കേണ്ടത്. സംസ്ഥാനത്തെ എംപാനൽ ചെയ്തിട്ടുള്ള സർക്കാർ ആശുപത്രികൾ വഴിയും അംഗീകൃത സ്വകാര്യ ആശുപത്രികൾ വഴിയും ഗുണഭോക്താക്കൾക്ക് ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ആശുപത്രികളിലെ കാപ്സ് കിയോസ്കുകൾ വഴിയാണ് ഇതിനുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. മൂന്നാമത്തെ പദ്ധതി ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജന ആരോഗ്യ യോജനയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതിയും കേരളത്തിൽ കാരുണ്യ പദ്ധതിയും ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. റേഷൻ കാർഡും ആധാറും ലിങ്ക് ചെയ്ത കൃത്യമായ യോഗ്യതയുള്ള കുടുംബങ്ങൾക്ക് രാജ്യത്തെമ്പാടുമുള്ള അംഗീകൃത ആശുപത്രികളിൽ നിന്ന് 5 ലക്ഷം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ഇതിൽ മരുന്നുകൾ, ഡോക്ടർ ഫീസ്, മുറി വാടക, പരിശോധനകൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. ഈ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് അംഗീകൃത സർക്കാർ, സ്വകാര്യ ആശുപത്രികളിൽ നിന്നും പണം നൽകാതെ ചികിത്സ നേടാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എടുത്തു പറയാം. ഇത്തരം ആനുകൂല്യങ്ങൾ ലഭിക്കാൻ നിങ്ങളുടെ റേഷൻ കാർഡും ആധാർ കാർഡും തമ്മിൽ നിർബന്ധമായും ലിങ്ക് ചെയ്തിരിക്കണം. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ വലിയ ആശുപത്രികളിലെ പ്രത്യേക കൗണ്ടറുകൾ വഴിയോ നിങ്ങളുടെ റേഷൻ കാർഡിന് നിലവിൽ ഈ ആനുകൂല്യം ഉണ്ടോ എന്ന് പരിശോധിക്കാനും കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അറിവില്ലായ്മ കൊണ്ട് മാത്രം അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ സാധാരണക്കാർക്ക് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ഇനി അത്തരം സാഹചര്യം ഒഴിവാക്കാം. പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.